നഷ്ടപ്പെട്ടത് പിന്നെ വീണ്ടും എടുക്കും. അങ്ങനെയാ ചെയ്യാൻ. അങ്ങനെ ആയിരുന്നില്ല ഇസ്ലാമിന്റെ ആദ്യകാലത്തുള്ള നിയമം. നഷ്ടപ്പെട്ടത് വന്നിട്ട് ആദ്യം അവരെ നിസ്കരിക്കും. എത്രയായി എന്ന് ചോദിച്ചതിന്റെ ശേഷം ആ നഷ്ടപ്പെട്ടത് ആദ്യം കൊണ്ട് നിസ്കരിക്കും. അത് വേഗം നിസ്കരിച്ചിട്ട് ഇവരുടെ കൂടെ കൂടാൻ ശ്രമിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ആ തർത്തീബ്, നിസ്കാരത്തിലുള്ള യോജിപ്പ് ഒക്കെ നഷ്ടപ്പെടും. ഇങ്ങനെ ആയിരുന്നു ഇസ്ലാമിന്റെ ആദ്യകാലത്തുണ്ടായിരുന്ന അവസ്ഥ. കുറച്ചു കഴിഞ്ഞപ്പം ഒരു ദിവസം ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വന്നു നിന്നു. എത്രയായി എന്ന് ചോദിച്ചിട്ട് ഇവർ ഈ പറയുന്നത് എത്രയായിട്ടൊരു പിടുത്തം കിട്ടുന്നില്ല, എത്രയാണ് ആയത് എന്ന്. അപ്പൊ മഹാനവറുകൾ ഒരു കാര്യം ചെയ്തു. ഉള്ളിടത്തുനിന്നാണ് നിസ്കരിക്കുക എന്ന് കരുതിയിട്ട്, ഇപ്പൊ കൂടിയെടുത്തത് കൂടുക എന്ന് കരുതിയിട്ട് ഇന്ന് നമ്മൾ ചെയ്യും പോലെ ഇമാമിന്റെ ഒപ്പം കൂടി. അപ്പൊ ആ കൂടിയപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഇപ്പൊ എത്രയാണ് ആയത്, കൂടിയിട്ട് ഇത്രയായി, അപ്പൊ ഇത്ര ബാക്കിയുണ്ട്. ഇപ്പൊ നിസ്കരിക്കാൻ നിന്നതിന്റെ ശേഷം ഇത്ര എനിക്ക് ലഭിച്ചു, അപ്പൊ ഇത്ര ബാക്കിയുണ്ട്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ തോന്നുകയാണ്. ഇങ്ങനെ അപ്പൊ ആരോട് ചോദിച്ചിട്ടും ഉണ്ടല്ലോ, നമ്മൾ നിസ്കരിച്ചതിന്റെ ബാക്കി എത്രയാ ഉള്ളത് എങ്കിൽ അതങ്ങ് നിസ്കരിച്ചാൽ മതി എന്ന് മനസ്സിലാക്കിയിട്ട് മഹാനവറുകൾ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതൊരു നല്ല മാറ്റമാണ്, മുആദ് റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്തി ജമാഅത്തിന് വരുന്നവർ ചെയ്യേണ്ടത് എന്ന് നബിയെ തങ്ങൾ പറയണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ കിട്ടിയ ഒരു വിവരമാണ്, മുആദ് നിസ്കരിച്ച് കാണിച്ചു തന്നതുപോലെ ആയിരിക്കണം ഇനി നിങ്ങൾ മസ്ബൂക്കിങ്ങൾ നിസ്കരിക്കേണ്ടത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇങ്ങനെ 3 മാറ്റങ്ങൾ നിസ്കാരത്തെ ചൊല്ലി വന്നിട്ടുണ്ട്. എന്നതുപോലെ നോമ്പിന്റെ കാര്യത്തിലും 3 മാറ്റങ്ങൾ നോമ്പിന്റെ കാര്യത്തിലും കാണാവുന്നതാണ്. അതെന്താണ്? ആദ്യകാലത്ത് നോമ്പ് റമദാനിലെ നോമ്പ് നിർബന്ധമല്ലായിരുന്നു. ആദ്യം നിർബന്ധം ഉണ്ടായിരുന്നത് എല്ലാ മാസത്തിലും 3 ദിവസത്തെ നോമ്പ്. എല്ലാ മാസവും ഒരു 3 ദിവസത്തെ നോമ്പ്, 11, 12, 13 ഇങ്ങനെ അയ്യാമുൽ ബീദിന്റെ നോമ്പ് ഇങ്ങനെ നോറ്റുകൊണ്ടിരുന്നു. അപ്പൊ ഏതാവട്ടെ ഇങ്ങനെ എല്ലാ മാസവും ഒരു 3 നോമ്പ് നോൽക്കുക എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു ആദ്യം. ആ നോമ്പിനെ സംബന്ധിച്ചാണ് ആദ്യം ഈ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞത് എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ അത് റമദാൻ മാസത്തിലെ നോമ്പ് തന്നെയാണെന്ന് വെച്ചാലും കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. ആ അഭിപ്രായം അങ്ങനെയാണ് എന്ന് പറയാൻ കാരണം അയ്യാമം മഅ്ദൂദാത്ത് എന്ന പ്രയോഗമാണ്. നിങ്ങളുടെ മേൽ നാം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾ തഖ്വ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. ഞാനതിലേക്ക് വരുന്നുണ്ട്. ആ വിശദീകരണത്തിലേക്കൊന്നും അല്ലപ്പോ വരുന്നത്. ഇപ്പൊ ആദ്യ ആയത്തുകളുടെ ഉദ്ദേശം എന്താന്ന് പറയാനാ, തഫ്സീർ പിന്നെ പറയാം. മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമുണ്ടായിരുന്നു, അതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അയ്യാമം മഅ്ദൂദാത്തിൻ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം. എണ്ണപ്പെട്ട ദിവസങ്ങളിൽ, ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ എന്ന് പറഞ്ഞത് ഏതാനും ദിവസങ്ങൾ, ചില്ലറ ദിവസങ്ങൾ മാത്രമേ നോമ്പ് നോൽക്കേണ്ടതുള്ളൂ. കൊല്ലത്തോട് കൊല്ലമൊന്നും നോൽക്കേണ്ടതില്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ പട്ടിണി അടക്കുന്ന കാര്യമാണ്. ഭക്ഷണവും വെള്ളമൊന്നും കുടിക്കാതെയും തിന്നാതെയും നിൽക്കണം എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനൊരു പ്രയാസം ഉണ്ടാവും. അപ്പൊ അള്ളാഹു പറഞ്ഞു, ഇത് കൊല്ലത്തോട് കൊല്ലം കിടക്കണ്ട, മാസക്കണക്കിന് കിടക്കണ്ട, നിങ്ങൾക്ക് എണ്ണി കണക്കാക്കിയ ചില ദിവസങ്ങൾ, എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ അത്ര മാത്രമേ വേണ്ടതുള്ളൂ. നേരത്തെ പറഞ്ഞ അഭിപ്രായ പ്രകാരം 3 ദിവസം മാസത്തിലാണെങ്കിൽ അയ്യാമം മഅ്ദൂദാത്ത് എന്ന് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇനി അല്ല, 12 മാസം തിന്നും കുടിച്ചും നടക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു തരുമ്പം, 11 മാസം തരുമ്പോ അതിൽ മാസം, ഒറ്റ മാസം 30 ദിവസം നോമ്പ് നിൽക്കണം എന്ന് പറഞ്ഞാൽ അതും അയ്യാമം മഅ്ദൂദാത്ത് എന്ന് പറഞ്ഞതിനോട് പൊരുത്തക്കേടില്ല.
എണ്ണപ്പെട്ട ദിവസങ്ങൾ, ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ എണ്ണിച്ചുട്ട അപ്പം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പ്രയോഗമാണ്. കുറച്ചേ ഉള്ളൂ എന്നുള്ള പറയുന്നത് പോലെയാണ് ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞത്. ഏതാനും ദിവസങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കി. ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫർ, നിങ്ങളിൽ ആരെങ്കിലും രോഗികളോ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നവരോ ആണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസങ്ങളിൽ നിന്ന് ഇത്രയും എണ്ണം അത് പരിഹരിച്ചാൽ മതി. അപ്പൊ രോഗികളും യാത്രക്കാരും ഒന്നും പ്രയാസപ്പെട്ട് നടത്തേണ്ടതില്ല. രോഗികളും യാത്രക്കാരും ഒന്നും പ്രയാസപ്പെട്ട് നോമ്പ് വിൽക്കണമെന്നില്ല, അങ്ങനെ പ്രയാസപ്പെടുത്തുന്നില്ല. പിന്നെ ഖളാ വീട്ടണം. അന്ന് നോമ്പ് നോറ്റില്ലെങ്കിൽ, നിർബന്ധമില്ലാത്തത് കൊണ്ട് നോറ്റില്ല എന്നാ പിന്നീട് ഖളാ വീട്ടണം. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ഇനിയാണ് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വആമു മിസ്കീനിൻ ഫമൻ തതവഅ ഖൈറൻ ഫഹുവ ഖൈറുൽ ല വഅൻ തസൂമു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഇസ്ലാമിന്റെ ആദ്യകാലത്തുണ്ടായിരുന്ന നിയമം, ഇസ്ലാമിന്റെ ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു നിയമം, കഴിവുള്ളവർ തന്നെ, നോമ്പ് നോൽക്കാൻ കഴിവുള്ള ആളുകൾക്ക് തന്നെ ഫിദിയ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പ്രായച്ചിത്തം കൊടുത്തുകൊണ്ട്, നോമ്പിന് പകരം ഫിദിയ കൊടുത്തുകൊണ്ട് നോമ്പ് നോൽക്കാതെ ഒരു മിസ്കീന് ഒരു മുദ്ദ് ഭക്ഷണം കൊടുത്തിട്ട് വേണമെങ്കിൽ നോമ്പിന്ന് രക്ഷപ്പെടാം. അതുപോലെ തന്നെ നോമ്പ് നോറ്റുകൊണ്ട് ഫിദിയ കൊടുക്കാതെ, മുദ്ദ് കൊടുക്കാതെ നോമ്പ് നോറ്റാ ബാധ്യത തീർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് രണ്ടും ചെയ്യാനുള്ള, അതിൽ ഇഷ്ടം പ്രവർത്തിക്കാനുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നു, ചോയ്സ് ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ. ആദ്യകാലത്തെ അവസ്ഥയാണിത്. രണ്ടിനും അധികാരം ഉണ്ടായിരുന്നു, രണ്ടിനും അവന്റെ ഇഷ്ടം പോലെ ചെയ്യായിരുന്നു. കഴിവുള്ള ആളുകൾക്ക്, നോമ്പ് നിൽക്കാൻ കഴിയുന്ന ആളുകൾക്ക് തന്നെ ഫിദിയ കൊടുത്ത് രക്ഷപ്പെടാമായിരുന്നു, അല്ല നോമ്പ് നോൽക്കാമായിരുന്നു. നോമ്പ് നോൽക്കലാണ് ഏറെ നല്ലത്. വഅൻ തസൂമു ഖൈറുൽ ലക്കും. ആ പ്രയോഗം എല്ലാം വായിച്ചെങ്കിലേ അത് തിരിയുള്ളൂ. നോമ്പ് നോൽക്കലാണ് ഏറെ നല്ലത്. ഇൻ കുൻതും തഅലമൂൻ. നോമ്പ് നോൽക്കുന്നതിന്റെ പിറകിലുള്ള രഹസ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ ആരോഗ്യത്തിനും നല്ലതാണ്, നിങ്ങൾക്ക് എല്ലാ നിലക്കും ഖൈറാതാണ്. ആത്മീയതക്കും ആരോഗ്യത്തിനും ഒക്കെ നല്ലത് ഫിദിയ കൊടുത്ത് രക്ഷപ്പെടലല്ല, നോമ്പ് തന്നെ നോൽക്കലാണ്. ശരി, അപ്പൊ ഇത്രയുമായി. ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറയുന്ന ആയത്ത് പിന്നെ ഇറക്കുന്നത്. അത് ആദ്യം ഇറങ്ങിയതല്ല, ഇത് പിന്നെ ഇറക്കി. ആ ആയത്തിറക്കിയതോടുകൂടെ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ആയത്തിറക്കുന്നതോടുകൂടെ റമളാൻ മാസത്തിൽ, വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട റമളാൻ മാസത്തിൽ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, ആ മാസത്തിൽ ആരെങ്കിലും ഹാജരുണ്ടെങ്കിൽ അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. നിർബന്ധാക്കാൻ അവൻ നോമ്പ് തന്നെ നോൽക്കണം. ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫർ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. രോഗിക്കും യാത്രക്കാർക്കും വിടുതിയുണ്ട്, പണ്ടത്തെ പോലെ തന്നെ അവർക്ക് വിടുതിയുണ്ട്. പക്ഷേ കഴിവുള്ളവർക്ക് ഫിദിയ കൊടുത്ത് രക്ഷപ്പെടാഞ്ഞു പറ്റൂല. ഈ ആയത്തിറങ്ങിയതോടുകൂടെ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ നിയമം ദുർബലപ്പെട്ടു. ആ നിയമം ദുർബലപ്പെട്ടു. ഈ ആയത്തോടുകൂടെ ഇനി നോമ്പന്നെ നോൽക്കണം എന്നായി. ആദ്യം അങ്ങനെ ആയിരുന്നില്ല ഇസ്ലാമിന്റെ ആദ്യകാലത്തുണ്ടായിരുന്നത്. അപ്പോ ഒരു 2-3 മാസത്തിൽ 3 നോമ്പ് മാത്രം നോറ്റാ മതിയായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റമളാൻ മാസത്തിലെ നോമ്പ് മുഴുവൻ നോൽക്കണം എന്ന് പറഞ്ഞൊരു കാലം വന്നു. റമളാൻ മാസത്തിലെ നോമ്പ് മുഴുവൻ നോൽക്കണം എന്നൊരു കാലം വന്നു. ഈ ആദ്യം റമളാനിന്റെ മാസത്തിൽ 3 നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞിടത്ത് തന്നെ കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ നോൽക്കണമെങ്കിൽ നോൽക്കുക, ഫിദിയ കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയായിരുന്നു അന്നത്തെ നിയമം ഉണ്ടായിരുന്നത്. പിന്നെ റമളാൻ മാസം അത് കഴിവുള്ളവർ നോമ്പ് തന്നെ നോൽക്കണമെന്ന് നിർബന്ധിച്ചു. യാത്രക്കാർക്കും അതുപോലെ രോഗികൾക്കും ഇളവുണ്ടെന്നും പറഞ്ഞു. ഇങ്ങനെ 2 മാറ്റങ്ങൾ പായി. ഇനി 3ാമത്തെ ഒരു മാറ്റമുണ്ട് നോമ്പില്. ആ 3ാമത്തെ മാറ്റം എന്താ? ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നോമ്പിന്റെ സ്ഥിതി, നോമ്പിന് ഉറങ്ങുന്നത് വരെ ഭക്ഷണം കഴിക്കായിരുന്നു, വെള്ളം കുടിക്കായിരുന്നു, ഭാര്യയുമായി ബന്ധപ്പെടാമായിരുന്നു. ഉറങ്ങുന്നത് വരെ. ഉറങ്ങിക്കഴിഞ്ഞാൽ